അതെ ഇതിന്റെ വൈഫ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ പറഞ്ഞ അമ്മേന്റെ പേരക്കുട്ടീന്റെ ബർത്ത്ഡേ, ചെറിയ പേരക്കുട്ടീന്റെ ബർത്ത്ഡേ, കവിതന്റെ കുട്ടീന്റെ. അപ്പോൾ ഇന്ന് നമ്മള് ധന്യ അദ്വിക്ക് നിശ്ചിത് ഏട്ടന്റെ ഭാര്യ ഇത്ര ആളായിട്ട് പോയോണ്ട് അമ്മ ഈ പ്രാവശ്യം വരുന്നില്ല. അതെപ്പാ എനിക്ക് തളർന്ന് പോവും അവിടെ വരുമ്പോ, കാറിലെല്ലാം ഇരുന്നിട്ട് വരുന്ന അങ്ങനെ ഇല്ല. ഇപ്പൊ നാണ് ഇനി ഒരിക്കൽ നമുക്കെല്ലാവർക്കും പോയിട്ട് വരാൻ കൂടിയിട്ട് കേട്ടോ. അപ്പൊ അടുത്ത പ്രാവശ്യം പോകുമ്പോ നമുക്ക് ജാലിയിൽ പോവാ അല്ലമ്മ. അപ്പൊ നമ്മളുടെ കേരളത്തിന്റെ ട്രിപ്പ് ആ യാത്രയില് സെൻറ്ററിൽ എന്തെല്ലാം വിശേഷങ്ങളുണ്ട് അതിനെ കണ്ടുകൊണ്ട് നമുക്ക് പുറപ്പെടാം. അതെ അതെ അതെ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ യാത്ര കേരള. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ബായ്. അമ്മയ്ക്ക് യാത്ര പറഞ്ഞിട്ട് നമ്മൾ പുറപ്പെടുന്നുണ്ട്. പറ്റമ്മ നല്ലതായിട്ട് കുട്ടീൻ്റെ വീഡിയോ എല്ലാം ആക്കിയിട്ട് കൊണ്ടുവന്ന് കാട്ടാ. ബായ്. അമ്മനെ കൂട്ടിട്ട് പോയി. ആ ബായ്. സിദ്ധ അവർ എത്തി. ഇനി ഇവിടെ നിന്ന് ചോറെല്ലാം ഉണ്ടിട്ട് ഇവിടെ നിന്ന് ഇനി ചോറുണ്ണല്. ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ് കേരള. അപ്പൊ നമ്മൾ ചോറുണ്ണാൻ വന്നത്. അദ്വിക്ക് ഇത് എവിടെ ഇരുന്നത് അടിച്ചോ അദ്വിക്ക് അവിടെ ഇരുന്ന് ചോറുണ്ട്. നമ്മളിതാ സാധാ ചോറ് എടുത്തോണ്ടില്ല, പുയങ്ങലരി ചോറ്, എല്ലാ പച്ചക്കറി. എങ്ങനെയുണ്ട് ചോറ്? നോർമൽ ചോറല്ലേ? അപ്പം നമുക്ക് ഇവിടെ നിന്ന് ചോറുണ്ണല് നേരെ കേരളത്തേക്ക് പോകണം. അപ്പം നമ്മളിങ്ങനെ നമ്മളുടെ കുടകിൻ്റെ ബോർഡർ കഴിഞ്ഞിട്ട് കേരളത്തേക്ക് എത്തി. അപ്പോൾ ഇനി നേരെ അവരുടെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് കാണാം. എപ്പോഴത്തെ പോലെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുട്ടികളൊരു പാട്ട് പാടലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇതൊരു സ്പെഷ്യൽ പാട്ട്. നമ്മളുടെ കന്നഡത്തിൽ ബിഗ് ബോസിൽ ഒരുത്തൻ ജയിച്ചിട്ടുണ്ട്, ഗില്ലി പറഞ്ഞിട്ട്. അവൻ്റെ പാട്ട് പാടും. അങ്ങനെ ಕೊತ್ತಂಬರಿ ಬೀಜ ಸಾರಿಗಾಕ ಸೊಪ್ಪು ನೀವೇ ತಪ್ಪು ಗಿಲಿ 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 ನೀವೇ ನಮ್ಮ ಹುಲಿ. എൻ്റെ കൂടെ അച്ചമ്മ പറഞ്ഞു കൊടുത്തിട്ടില്ലേ, അച്ചമ്മൻ്റെ ഒരു ട്രെയിനിങ്ങിലുള്ള ഒരു പാട്ട് രണ്ടാൾ കൂടിയിട്ട് പാട്ടുണ്ട്. സ്റ്റാർട്ടാക്കും. ഇങ്ങനെ പരമശിവ കലത്തിൽ പാമ്പ് കേട്ടത് ഗരുഡാണി സൗഖ്യമാ ഇരുന്ന് കൊണ്ടാലെല്ലാം സൗഖ്യമേ ഗരുഡൻ சொன்னது അതില് അർത്ഥം ഉള്ളത്. അത്രേ. വെരി ഗുഡ്. അങ്ങനെ നല്ല മീനിങ് ഫുൾ പാട്ട്. അപ്പോൾ നമ്മൾക്ക് പാട്ട് കച്ചേരിയെല്ലാം കഴിഞ്ഞ് ഇപ്പം നേരെ അനിയത്തിൻ്റെ വീട്ടിലേക്കുള്ള യാത്ര. നമ്മൾ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു ടോയ് ഷോപ്പൊക്കെ കയറിയാണ് അല്ലേ? അപ്പം നമുക്ക് എന്താ ഇപ്പോൾ ഇരുട്ടിക്ക് വന്നിട്ടില്ലേ, നല്ല ഒരു ടോയ് കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാം. എന്ത് സെലക്ഷൻ ആക്കി? സ്കൂട്ടി. ഒരു വയസ്സിൽ തന്നെ കുട്ടി സ്കൂട്ടി ഓട്ടിക്കോട്ടെ. ഇതാ നമ്മൾ സെലക്ഷൻ ആക്കിയ സാധനം. ഇത് സ്കൂട്ടി, അത് വിൻറ്റേജ് സ്കൂട്ടി. കാണാൻ നല്ല ക്യൂട്ടായിന്. വെസ്പ അല്ലേ? അപ്പോൾ നമ്മുടെ കുട്ടിക്ക് നമ്മളുടെ വക കോസ്റ്റ്ലി ആയിട്ട് ഇരിക്കട്ടെ സ്കൂട്ടി തന്നെ കൊടുക്കാം അല്ലേ? ഒരു സ്കൂട്ടി ഗിഫ്റ്റ് ആക്കിന്. കോസ്റ്റ്ലിന്ന് വെറുതെ പറഞ്ഞ് ഇത് ടോയ്, ഒറിജിനൽ അല്ലല്ലേ? അപ്പോൾ നമ്മളുടെ വക കുട്ടിക്ക് ഒരു സ്കൂട്ടി അല്ലേ? സ്കൂട്ടി ഓടിച്ചുകൊണ്ട് വരും. ഈ മണിയായിട്ട് ഏറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. കേരളത്തിൽ ചായ കുടിക്കാൻ വന്നത് ഇവിടെ കല്ലുമ്മക്കായി. ഇതെല്ലാം നമ്മുടെ സൈഡ് ഏത് കാരണത്തിലും കിട്ടൂല. വെറൈറ്റി കടി. ഇതെന്ത് ഗോപി? ഇതെന്ത് സാധനം? ചിക്കൻ കൽമാസ്. എങ്ങനെയുണ്ട് ഏട്ടാ? സൂപ്പറായിട്ട് കാണുന്നുണ്ട്. വെറൈറ്റി വെറൈറ്റി. പിന്നെ ഇത് നമ്മുടെ സൈഡിലൊന്നും കിട്ടില്ല.
ഇത് കല്ലുമ്മക്കായി നമ്മളുടെ സൈഡ് ഇല്ലേ ഇല്ല. ഈ സൈഡിൽ നിന്ന് നമ്മൾ കേരളത്തിൽ വന്നാൽ കാണാം. അതെ, അപ്പോൾ നമുക്കിവിടെ ചായ കുടിച്ചിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കാം, എന്ത് ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അമ്മമ്മക്ക് കാട്ടാൻ വേണ്ടിയിട്ട് എന്നാ റിജ്വിക്ക് ഏത് ഡ്രസ്സിലുണ്ട്. ഇതാ ഹായ് ഋതുമ, ഋതു എവിടെ, അനിയനെവിടെ? അടിപൊളി റിസോർട്ട് ഇവിടെ പ്രോഗ്രാം ഒരുക്കിയിട്ടുള്ളത്. നല്ല രസമാണ്. സ്വിമ്മിങ് പൂള്, ഫംഗ്ഷനാല്, കുട്ടികളെല്ലാം ഇതാ സൈക്കിൾ കളിക്കല രാത്രി. നമ്മുടെ റിസോർട്ട് നൈറ്റ് കാഴ്ച ഭയങ്കര മനോഹരമായിട്ടുണ്ടല്ലേ. ഇവിടുന്ന് സ്വിമ്മിങ് പൂള് ഇപ്പം തന്നെ ഇതിൽ ചാടി കുളിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിരുന്നല്ലേ, നല്ല നാച്ചുറൽ. നമ്മൾ വന്നിട്ടുള്ളത് കൊടകുന്ന്, അവിടെയും ഇതേമാതിരി പച്ചപ്പ്, ഇവിടെയും അതേമാതിരി ഉണ്ട്. നല്ല ഭാഗമുണ്ട്, നാച്ചുറലായിട്ടുണ്ട്. നിങ്ങളുടെ കുക്കിംഗ് റെസിപ്പി എല്ലാം നമ്മൾ ചിലതെല്ലാം ട്രൈ ആക്കും. ഞാൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്, കവിയുടെ വീട്ടിൽ പോകുന്ന വ്ളോഗാണ് ഞാൻ അധികം കാണല്. എനിക്ക് അവിടെ ഭയങ്കര അത് ഞാൻ ഇവരുടെ യാത്ര ചെയ്യുന്നവരെ അവര് തിരിച്ചു വരുന്നവരെ അത് ഞാൻ കാണാറുണ്ട്. താങ്ക് യു മകനെ. മകളോ അച്ഛമ്മ പറഞ്ഞില്ലേ കാട്ടാന്? കൊറേ വെയിറ്റ് ആക്കിന് മാത്രം. അലിയ ഡ്രസ് മാത്രം നോ വേർഡ്സ്, നൈസ് കോമ്പിനേഷൻ. ഇല്ല ഇല്ല, അടിപൊളിയായിന്. കളർ കോമ്പിനേഷൻ സൂപ്പർ ആയിന്. ഇത് ഫുള്ള് എല്ലാ കളർ മാച്ച് ആക്കിയിട്ടില്ല, മാച്ച് ആയിപ്പോയി. ഓക്കെ പോവാ. ഓക്കെ വേണ്ട അല്ലേ. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഒരു വലിയൊരു ചിറപ്പ് കൊടുത്താണ് നമ്മുടെ കുഞ്ഞു വാവയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാണ്. കുറച്ച് ഡിലേ ആയോ, ലേറ്റ് ആയോ? ആർക്കും എന്തോ ഒരു എനർജി ഇല്ലാത്ത? നമുക്ക് ആദ്യം തന്നെ ഒരു കയ്യടി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് നമ്മുടെ എനർജി. അപ്പൊ ഗൈസ് എല്ലാവരും അറിയാം, നമ്മുടെ ബിജു ബ്രോന്റെയും കവിയുടെയും രണ്ടാമത്തെ മോന്റെ 1ാം ബർത്ത്ഡേ ആണ് ആഘോഷിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു വലിയ താങ്ക്സ് പറയാണ് ഈ ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചതിൽ. ബിജു ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇവരുടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കാന്നാണ് നമ്മുടെ ദീപാട്ടൻ പറഞ്ഞത്. അപ്പോൾ കേക്ക് മുറിക്കാനല്ല പോകുന്നത്, കേക്ക് മുറിക്കുന്ന ഒരു ആക്ഷൻ ഒക്കെ കാണിച്ച് നമ്മൾ ഫോട്ടോ ആണ് എടുക്കാൻ പോകുന്നത്. ആരും പേടിക്കേണ്ട. ദീപാട്ടാ, നമുക്ക് കേക്ക് മുറിക്കാൻ ആരും വിളിച്ചാലോ? ബിജുവേട്ടൻ ആൻഡ് ഫാമിലി ഓൺ സ്റ്റേജ്. എല്ലാവരും അടിപൊളി കൈ കൂടെ കൊടുത്തേ. അതാണ് എന്ത് ഭംഗിയല്ലേ ഇവരെ ഇന്ന് കാണാൻ. ആദ്യമായിട്ടാണ് ബിജു ബ്രോനെയും കവിനെ ഈ ഒരു ഇങ്ങനെ ഒരു കളർഫുൾ ഡ്രസ്സിൽ നമ്മൾ കാണാം. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായ അവരുടെ ഔട്ട്ലുക്ക്? എന്നത്തെ ഞാനൊക്കെ വിടില്ല. ഇവിടെ ഫോട്ടോ പറക്കണം കേട്ടാ. പാടിയാലോ? പാടാൻ റെഡിയല്ലേ? യെസ്. ഓക്കെ, 1 2 3 go. Happy birthday to you, happy birthday to you, happy birthday dear.
എല്ലാവരും ഉണ്ട് സന്തോഷം. നമ്മളെ ഇത്ര വരെ നമ്മളെ വീട്ടിൽ തന്നെയാണ് പിറന്നാൾ ആഘോഷിക്കുന്നത്. ഈ പ്രാവശ്യം വിചാരിച്ചു നമുക്ക് അതിനെ കുറച്ച് സൗകര്യം കുറവാണ്. അതുകൊണ്ട് ഏഴ് വന്നവരെ കൂടെ നാല് വെച്ച് കേക്ക് മുറിക്കണം. എല്ലാവരും നല്ല കേക്ക് അതുപോലെ സാധിച്ചത്. അതുകൊണ്ട് ഒരാളതിൻ്റെ നിരൂചിയാണ്. നിരൂചി ഇങ്ങോട്ട് ക്ഷണിച്ചു. ഇതുപോലെ ഇരുന്നിങ്ങനെ ചെയ്യാൻ വളരെ സന്തോഷം. ഒരുപാട് മൂടില്ലായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരോടും നന്ദി. എൻ്റെ മോൻ്റെ പിറന്നാൾക്ക് എല്ലാവരും വന്ന് കേക്ക് മുറിച്ച് മധുരം വന്നിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇടുന്ന് പോകണം. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും അവിടെ ഇവിടെ പോയി നിൽക്കാതെ ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുള്ള എല്ലാ ആൾക്കാരും സ്റ്റേജിന്റെ അടുത്ത് വന്നത് നിൽക്കാം. 1 by 1 നമ്മുടെ ബിജു ഫാമിലിയുടെ കൂടെയുള്ള ഒരു മെമ്മറബിൾ ഫോട്ടോ സെഷൻ ആണ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ അടിപൊളി ഒരു ഡിന്നർ കൂടി ആരെങ്കിലും പെർഫോം ചെയ്യാൻ ആഗ്രഹമുള്ള ആളിനെ ഒന്ന് പറയണം കേട്ടോ. നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ടോ ഡാൻസോ അല്ലെങ്കിൽ ഒരു സ്പീച്ചോ എന്തോ ആകാം. ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവന്നിച്ചാൽ മതി. നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. കുറച്ചും കൂടി അടിപൊളിയാവും ഫോട്ടോ. ഒന്നാമത്തെ വളരെ ഗംഭീരമായിട്ട് ഇവിടെ നമ്മൾ എല്ലാവരും അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരം മൈക്ക് ആർക്കും തരാതെ കൈ ഇളക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കപ്പിൾസാണ്. അപ്പോൾ എന്തായാലും അവരോട് എത്തിയതിൽ ഒരുപാട് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ അവരെ കാണുന്നത്. അപ്പോൾ അതും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അവസാനം ഞങ്ങൾ വിളിച്ചില്ല, പോട്ടെ, ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഹാപ്പി ബർത്ത്ഡേ, എല്ലാവിധ ആശംസകളും. ഒരുപാട് ജനങ്ങളിൽ തന്നെ ഇനിയും ഈ ഫാമിലി നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 മാറട്ടെ. അപ്പോൾ എൻ്റെ എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ അമ്മ, ചേച്ചിമാര് എല്ലാവരെയും കണ്ടു. എല്ലാവരെയും കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. കൂടാതെ നിങ്ങളെല്ലാവരും നേരിട്ട് കാണാൻ പറ്റിയത് സന്തോഷം. ലിങ്ക് എന്താ പറയാനുള്ളത് നോക്കാം. ഞാൻ മൈക്ക് കൊടുക്കാം. ഫോട്ടോ എടുക്കേ. ഇവിടെ ഓക്കെ. മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. നമുക്ക് മോളുടെ പാട്ട് കേൾക്കാം. ഇതാ ഒന്ന് ഇങ്ങോട്ട് നോക്കുക. ഇവിടെ ഇവിടെ അപ്പോൾ നമ്മളിപ്പോൾ ചോറുണ്ണാൻ വന്നു. ഫ്രൂട്ടല്ലേ ഇതാ, വെറൈറ്റി ഇത് അനുവാക്കിയതാണ് വന്നിട്ട്. എന്താ പറയുക, ഇത് നിൻ്റെ പണിയല്ല. ഇതൊരു ധോണി, ഫ്രൂട്ടിൽ ധോണി. ഇതാ ഫുഡ് ഇവിടെ നിന്ന് തുടക്കം. ഒരു ഇച്ചിരി സലാഡ്, പപ്പടം, ചാറ്, ചിക്കൻ ബിരിയാണി, സോറി നെയ്ച്ചോറ്, ചിക്കൻ കറി, ചില്ലി ചിക്കൻ, വെജ് സ്റ്റൂ, ഇത് പാലട പായസം, ഐസ്ക്രീം. ഇതിവിടെ ലൈവ് അപ്പമായുണ്ട്. ഇവിടെ ആക്കിയിട്ട് റെഡി വെച്ചിട്ട് ഇതിപ്പോൾ എടുത്തോണ്ട് അപ്പോൾ ഫുഡ് പരിപാടി ഇങ്ങനെ.
അപ്പോൾ എല്ലാവരും ഫുഡടി തുടങ്ങി. ഞാൻ വെജ് സ്റ്റൂവും ഒരു ഇച്ചിരി ചിക്കൻ എടുത്തിന്. അതിലേക്ക് നെയ്ച്ചോറിൽ ബാറ്റിങ്, മിച്ചോറ് സൈഡിൽ ബാറ്റിങ്, നമ്മളുടെ ഫ്രണ്ട്. അപ്പോൾ നമുക്ക് ചോറുണ്ണാം. ചോറ് തന്നെയാ നല്ല വെറൈറ്റി അല്ലേ. ഈ ലൈവായിട്ട് അപ്പാക്കി കൊടുക്കലെല്ലാം നമ്മൾ ഇത് ആദ്യമായിട്ട് കാണല്. അതിൻ്റെ കൂടെ വെജ് സ്റ്റൂ നല്ല പാങ്ങുണ്ട്. അതെ അതെ. അപ്പോൾ നമുക്ക് ചോറുണ്ടിട്ട് ഫിനിഷ് ആക്കാം. അപ്പോൾ ഇത് നമ്മളുടെ രഞ്ജിത്ത. ഇത് നമ്മളുടെ വീട്ടിൻ്റെ മൂന്നാമത്തെ വീട് അല്ലേ. നമ്മളുടെ നാട്ടുകാർ അനിയത്തിൻ്റെ കൂടെ ഇവിടെ കേരളത്തിൽ വന്ന് സെറ്റിലായി. ഒരേ ഏരിയക്കാർ. ക്ലാസ്മേറ്റ് അല്ലേ ഇവിടെ? അനിയത്തിൻ്റെ ക്ലാസ്മേറ്റ് നമ്മളുടെ വീട്ടിൻ്റെ അടുത്തില്ലാൽ. ഇത് അവരുടെ അമ്മായിയമ്മ, അവരുടെ ഭർത്താവ്, അനിയനുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോൾ നമ്മളുടെ നാട്ടിലുണ്ട ആൾക്കാരെ കാണുമ്പോൾ ആ സന്തോഷം പ്രത്യേകതയായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമ്മളുടെ അവിടെ ഉള്ള ആൾക്കാർ കാണുമ്പോൾ എല്ലാവരും രഞ്ജിത്താനും മനസ്സിലാവും. ഓക്കെ, നമ്മളുടെ നാട്ടുകാരെ ഇറങ്ങിക്കൊണ്ടുണ്ട്. ബായ് ബായ് മകനെ, ബായ്. കാണാ സേഫായിട്ട് പോയിക്കോളേ. ബായ്. അപ്പോൾ കൊടകുന്ന നമ്മളെ ഫാമിലി അലിമാറും ചോറിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക അതിൻ്റെ സന്തോഷം. നമ്മൾ ആദ്യത്തെ ഒന്നാമത്തെ ബർത്ത്ഡേക്ക് അച്ഛൻ ഋത്തിക്കിൻ്റെ അച്ഛൻ വന്നു, സൈക്കിളെല്ലാം കൊണ്ട് കൊടുത്ത് ഭയങ്കര ഒരു ഇപ്പം സൈക്കിൾ കൊണ്ടുപോയി എടുത്ത് ഇപ്പൊ മോന് വന്നിട്ട് സൈക്കിൾ വന്ന ഋത്തിക്കിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ കണ്ടപാട് പറഞ്ഞ അച്ഛനൊക്കെ പോയി ഋത്തിക്കിന്റെ പിറന്നാൾ കൊണ്ട് തന്നെ കളർ മാറ്റാൻ ബൈക്കും സൈക്കിളും എല്ലാം എത്തിയേട്ടാ. ഭയങ്കര സന്തോഷം. അതിനെ കൊണ്ട് അച്ഛൻ്റെ ഓർമ്മ വന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടി നമ്മളെല്ലാവരും വന്നുകൊണ്ട് വളരെ സന്തോഷമായി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പരിപാടി വീട്ടിൽ നിന്ന് നടത്തിയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ദീപിച്ച് വിളിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ വന്നു. ഇടുന്ന നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അതന്നെയാണ് സ്റ്റേജിലാക്കിയത്. അപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട് നമ്മളടുത്ത്, കുറച്ച് സുഹൃത്തുക്കൾ വരാനുണ്ട്. ഓരോ ആവശ്യങ്ങളായിട്ട് എത്താൻ പറ്റില്ല. എന്തായാലും വളരെ സന്തോഷം, എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവരിന്ന് രാത്രി തന്നെ തിരിക്കണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. സ്കൂളില്ലതിനെ കൊണ്ട് തിരിച്ചു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ 2-3 ദിവസം എടുക്കണ്ടേ. ഇന്നത്തെ വിശേഷം ഇത്ര തന്നെ ഉള്ളത്. അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് വന്നിട്ട് കാണാം. ബൈ.